പ്രിയദർശിനി വന്നപ്പോൾ സ്വകാര്യ ബസ് മേഖല തകർച്ചയുടെ വക്കിലെത്തിയപ്പോൾ കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രിയായിട്ടുള്ള CP ജോൺ ഒരു ഉപദേശം നൽകി. നിങ്ങൾ വരുമാനം കൂട്ടുന്ന മറ്റുള്ള വഴി കൂടി ആലോചിക്കണം. അത്തരം പ്രവർത്തനങ്ങളിലൂടെ ഈ ബസ് സംരംഭങ്ങൾ നിന്നു പോകാതിരിക്കാനുള്ള പരിശ്രമം തുടങ്ങണമെന്ന്. പുറത്തു വന്നതിന് പിന്നാലെ ഒരു AI വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. വരും കാലങ്ങളിൽ എന്താണ് പ്രൈവറ്റ് ബസ്സുകാർ യാത്രക്കാരെ കയറ്റി ഓരോ സ്ഥലങ്ങളിലെത്തിച്ച് റൂട്ടിലോടി പണം നേടിയിരുന്നത് മാറ്റി ഇനി ഒരു പുതുമ വരികയാണ്. എന്തിനും വെറൈറ്റി വേണമല്ലോ. പുതുയുഗമാണല്ലോ നമ്മുടെ നാട്ടിൽ മേനോൻ കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇനി പ്രൈവറ്റ് ബസ്സുകാർ ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് പുതുയുഗ ചിന്താഗതിക്കാരന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഈ വീഡിയോ പ്രൈവറ്റ് ബസ്സുകാർക്ക് പറഞ്ഞു തരും. എങ്ങനെയുണ്ട്? ഇതിനേക്കാൾ മികച്ച വീഡിയോ ഇനി പുറത്തിറക്കാനില്ല. കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇവരെ സഹായിക്കാൻ വേണ്ടി AI വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് നിങ്ങൾ വെറുതെ ബസ് ഓടിച്ച് ടിക്കറ്റ് കൊടുത്താൽ പോരാ, ആ ടിക്കറ്റ് കൊടുക്കുന്നതിന് ജനങ്ങൾക്ക് ഓരോ സേവനങ്ങൾ കൂടി ചെയ്യണം. അതിന്റെ ഭാഗമായിട്ടാണ് ബസ് കേന്ദ്രീകരിച്ച് തന്നെ മീൻ വിൽക്കാം, ബസ് കേന്ദ്രീകരിച്ച് തട്ടുകട നടത്താം, ബസ് കേന്ദ്രീകരിച്ച് കണ്ടക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഷേവിംഗ് ചെയ്യാം, ബസ് കേന്ദ്രീകരിച്ച് മീൻ കച്ചവടം നടത്താം. ഇങ്ങനെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റികൾ ഈ നാട്ടിൽ നടക്കുന്നു. അത്തരമൊരു പുതുയുഗ കാലത്തേക്ക് നിങ്ങൾ പോണ്ടേ? നിങ്ങൾ ഈ കരഞ്ഞു നിലവിളിച്ച് നടക്കുന്ന നിങ്ങൾ നേരെ പോയി ഒരു കുട്ടം മീനെടുത്ത് നേരെ ബസ്സിനകത്ത് വെച്ചാൽ അതിനകത്ത് വരുന്നവർ വാങ്ങിയാൽ എന്തൊരു ലാഭമാണ്. ഒരു ടിക്കറ്റ് വിറ്റാൽ 7 രൂപ 8 രൂപയല്ലേ കിട്ടുള്ളൂ. 1 കിലോ മീൻ വിറ്റാൽ എത്ര കിട്ടും? ഒരു നാളികേരം വിറ്റാൽ 60 രൂപ കിട്ടില്ലേ? അങ്ങനെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പ്രൈവറ്റ് ബസ് മേഖലയ്ക്ക് നേരത്തെ കളർ കോഡിംഗ് ഒക്കെ കൊണ്ടുവന്നത് എന്തോ മഹാ അപരാധമെന്ന രീതിയിൽ ഈ മേഖലയെ തകർക്കാൻ വേണ്ടി ഇടപെടുന്നവരാണ് പിണറായി സർക്കാർ എന്ന് നിലവിളിച്ച് നടന്നവർക്ക് ഇത്രയും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ മേനോനല്ലാതെ മറ്റാർക്ക് കഴിയും? ഇത് കണ്ടിട്ട് നാളെ മുതൽ ബസ് മുതലാളിമാർ ചെയ്യേണ്ടത് നിങ്ങളുടെ വാഹനങ്ങൾ കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യപ്രദമാകുന്ന പദ്ധതികൾ ഇതുപോലെ കണ്ടെത്തി നടപ്പാക്കുക. അതിൽ വെറൈറ്റി ഏതാണ്, അതിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറുമെന്നുള്ളതാണ് ഇതിലൂടെ ബസ് മുതലാളിമാർക്കുണ്ടാകുന്ന ഗുണമെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്.